നിങ്ങളുടെ BCA കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പേപ്പറാണ്. 002. 1 സെക്കൻഡ് ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. കോഡ് മാറി പുതിയ കോഴ്സ് വന്നപ്പോൾ അതിൻ്റെ കോഡ് നമ്പർ ചെറിയ വ്യത്യാസമുണ്ട്. ടു 202 ആണ് കോഡ്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്നാണ് പേര്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് അവൈലബിൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് ഷെയർ ചെയ്യാം. കാണാമോ? ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പുതിയത്. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ബ്ലോക്ക് 1 ഡേറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ലോജിക് സർക്യൂട്ട്സ് ആണ്. ഇതിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഡേറ്റ റെപ്രസെൻറ്റേഷൻ, ലോജിക് സർക്യൂട്ട്സ്, പിന്നെ അതിൻ്റെ സീക്വൻഷ്യൽ കോമ്പിനേഷൻ സർക്യൂട്ട്സിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് പോകുന്നില്ല, ഫസ്റ്റ് ബ്ലോക്കിൽ പോകുന്നില്ല. ബേസിക്സ് മാത്രമാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ ബേസിക്സിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ളത് നമ്പർ റെപ്രസെൻറ്റേഷൻ, പിന്നെ എങ്ങനെയാണ് നമ്പേഴ്സിനെ കൺവേർട്ട് ചെയ്യുക, എന്തുകൊണ്ടാണ് നമ്മൾ നമ്പർ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് നമ്പർ റെപ്രസെൻറ്റേഷൻ, കോഡിംഗ് സിസ്റ്റം ലൈക്ക് ASCII, യൂണികോഡ്, ഹാമിംഗ് കോഡ്, സംതിങ് ലൈക്ക് ദാറ്റ്. ദെൻ റെപ്രസെൻറ്റേഷൻ, ഫ്ലോട്ടിംഗ് പോയിന്റ് റെപ്രസെൻറ്റേഷൻ, IEEE റെപ്രസെൻറ്റേഷൻ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്സ് ദ ഇന്റേണൽ സ്ട്രക്ചർ ആൻഡ് വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, ഫോക്കസിങ് ഓൺ ഹൗ ദ ഹാർഡ്വെയർ കമ്പോണൻസ് ലൈക്ക് CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് വർക്ക് ടുഗദർ ഓർ ഫിസിക്കലി കണക്റ്റഡ് ഡിവൈസസ് ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. നമ്മൾ കമ്പ്യൂട്ടറിന്റെ പാർട്സ് എന്നൊക്കെ പറയും. കമ്പ്യൂട്ടറിനൊരു ബ്രെയിൻ ഉണ്ട് അല്ലെ, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ബ്രെയിൻ ഉണ്ട്, അത് CPU എന്നാണ് പറയുന്നത്. പിന്നെ മെമ്മറി സിസ്റ്റം, അതിന് ഓർമ്മയുണ്ട്. പിന്നെ അതിന് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, അതായത് നമ്മളുടെ കണ്ണും ചെവിയും കയ്യും ഒക്കെ പോലെ അതിനുമുണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഉണ്ട്. അപ്പോൾ ഇത് ഫിസിക്കലി കണക്റ്റഡ് ഡിവൈസസ് ആണ്. ഇതെങ്ങനെയാണ് ഒരു ഓർഗനൈസ്ഡ് ഫോമിൽ വർക്ക് ചെയ്യുന്നത്, അതാണ്. അല്ലെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എങ്ങനെ ഒരു CPU ഡിസൈൻ ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യമൊക്കെയാണ് ആക്ച്വലി കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. എങ്കിലും നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് പറയുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ട് തിയററ്റിക്കൽ പാർട്ട്, ഇതിന്റെ എന്താ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സിങ്, അത് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ ഇങ്ങനെ ഒരു ബ്ലോക്ക് വെച്ചേക്കുന്നത്. അതിൽ ഫസ്റ്റ് യൂണിറ്റ് കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. ഞാൻ ആ യൂണിറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുവാണ്, കാരണം അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. നമ്മൾ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പഠിച്ചു പോകും. പഠിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എഴുതിയെടുക്കുകയും ചെയ്യാം. ഇതൊക്കെ നമ്മൾ തിരിച്ചു വരും കേട്ടോ. ഇതിന് സ്കിപ്പ് ചെയ്തു എന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടണ്ട, തിരിച്ചിതിലേക്ക് വരും. ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ സെക്കൻഡ് യൂണിറ്റ് പറയുന്നത് നമ്പർ സിസ്റ്റമാണ്, ഡേറ്റ റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിനുള്ളിൽ നമുക്കറിയാം, സ്കൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലാംഗ്വേജ് ഒരു കമ്പ്യൂട്ടറിനെ ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോൾ മെഷീൻ ലാംഗ്വേജ് ഉണ്ട്, അസംബ്ലി ലാംഗ്വേജ് ഉണ്ട്, ഹൈ ലെവൽ ലാംഗ്വേജ് ഉണ്ട്. ഇതിൽ ഈ മെഷീൻ ലാംഗ്വേജ് വരുന്നത് സീറോസ് ആൻഡ് വൺസ് ആയിട്ടായിരിക്കും നിൽക്കുക. അപ്പം ഈ സീറോസ് ആൻഡ് വൺസിൽ അത് മാത്രമാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അതിന് കാരണം സീറോ എന്ന് പറഞ്ഞാൽ ഒരു ലോ വോൾട്ടേജ് ലെവലും 1 എന്ന് പറഞ്ഞാൽ ഒരു ഹൈ വോൾട്ടേജ് ലെവലും ആയിട്ടാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ
എവിടെയൊക്കെയാണോ അത് ആ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്ന ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എവിടെയൊക്കെയാണോ ഒരു ലോ വോൾട്ടേജ് ലെവൽ ഉള്ളത് അതിനെ നമ്മൾ ബൈനറി 0 എന്നും, എവിടെയൊക്കെയാണോ ഒരു ഹൈ വോൾട്ടേജ് ലെവൽ ഉള്ളത് അതിനെ നമ്മൾ ബൈനറി 1 എന്നുമായിരിക്കും പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഡേ ടു ഡേ ഫിസിക്കൽ ലൈഫിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡേറ്റയെ സിസ്റ്റം എങ്ങനെയാണ് കൺവേർട്ട് ചെയ്ത് ബൈനറിയിലേക്ക് ആക്കുന്നത്, അല്ലെ ബൈനറി യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റം അത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യും, മാനുവലി എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കുറച്ച് തിയറിയാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചാണ് ഇവിടുന്ന് കൺവേർഷന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരുമായിരുന്നു. ഇതിനെപ്പറ്റി എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെയാണ് ഈ ഒരു സെഷനിലുള്ളത്. ഇത് വായിച്ചു നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞ കാര്യം മാത്രമേ അതിൽ വരുന്നുള്ളൂ, വായിച്ചു നോക്കണം. പിന്നെ ഇതിനകത്ത് ഡേറ്റ റെപ്രസെന്റേഷൻ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആസ്കി ഉണ്ട്, യൂണിക്കോഡ് ഉണ്ട്, ഇങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് കോഡ്സ് ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഞാൻ ഈ നമ്പർ സിസ്റ്റത്തിലേക്ക് ഡയറക്റ്റ് പോവുകയാണ് ചെയ്യുന്നത്. ബുക്ക് ഞാൻ അതേപടി ഫോളോ ചെയ്യുന്നില്ല. കാരണം അത് പറഞ്ഞ് അങ്ങനെ പഠിപ്പിച്ചു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അത്. ഓക്കെ, ഈ ബോർഡ് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാണാമോ? എഴുതുന്ന കാണാലോ അല്ലെ? ആരെങ്കിലും ഒന്ന് റിയാക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് പറയാം. പിന്നെ ഇത് നമ്പർ റെപ്രസെന്റേഷൻ ആണ് പറയാം. നമ്പർ റെപ്രസെന്റേഷൻ. ഓക്കെ, രണ്ട് രീതിയിലുള്ള നമ്പർ റെപ്രസെന്റേഷൻ ഉണ്ട്. പൊസിഷണൽ നമ്പർ സിസ്റ്റം, നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റം. ആദ്യം വരുന്നത് നോൺ പൊസിഷണൽ ആണ്, രണ്ടാമത് വരുന്നത് പൊസിഷണൽ ആണ്. ഈ പൊസിഷണൽ നമ്പർ സിസ്റ്റം നമുക്ക് ഓൾറെഡി അറിയാം. സോറി, നോൺ പൊസിഷണലിൽ നമുക്ക് 2-3 ഒക്കെ അറിയാം അല്ലെ. ടാലി മാർക്കിങ് നമ്മൾ സ്കൂളുകളിലൊക്കെ പഠിക്കുന്നതാണ്. ടാലി സോഫ്റ്റ്വെയർ അല്ല, ടാലി മാർക്കിംഗ്. ടാലി മാർക്കിംഗ് ഉണ്ട്. പിന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന റോമൻ നമ്പർ സിസ്റ്റം അല്ലെ, എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ 0 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ ഇല്ല. പൊസിഷണൽ നമ്പർ സിസ്റ്റത്തില് ഒരുപാട് നമ്പർ സിസ്റ്റം നമുക്കറിയാം, എങ്കിലും നമ്മൾ ഹ്യൂമൻ ബീങ്സ് യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം, പിന്നെ സയന്റിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം, പിന്നെ ബൈനറി നമ്പർ സിസ്റ്റം. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നോൺ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൽ 0 ഇല്ല, പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൽ 0 ഇൻക്ലൂഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാൽക്കുലേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. ഇവിടെ പൊസിഷണൽ നമ്പർ സിസ്റ്റത്തിൽ 2-3 കാര്യങ്ങളാണ്. അതിന്റെ പൊസിഷന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഒരു നമ്പർ സിസ്റ്റത്തിന്റെ വാല്യൂ അല്ലെ നമ്മൾ അതിനെ റീഡ് ചെയ്യുന്നത് 2-3 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് ആ സിമ്പലിന്റെ വാല്യൂ, സിമ്പല്. രണ്ടാമത് വരുന്നത് അതിന്റെ പൊസിഷൻ ഇൻ ദ നമ്പർ സിസ്റ്റം, എവിടെയാണ് വരുന്നത്. മൂന്നാമത് വരുന്നത് അതിന്റെ ബേസ് ഓഫ് ദ നമ്പർ സിസ്റ്റം.
അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അത് എങ്ങനെയാണെന്നുള്ളതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിൻ്റെ അകത്ത് സിമ്പിൾ ഇപ്പോൾ ഞാൻ ഡെസിമൽ നമ്പർ സിസ്റ്റം ആയിട്ട് എടുക്കുവാണ്. ഫോർ എക്സാമ്പിൾ ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിൻ്റെ അകത്ത് ബേസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10 ആണ്. പക്ഷെ എല്ലാ നമ്പർ സിസ്റ്റത്തിനും കോമൺ ആയിട്ട് ഉള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. ബേസ്, വാട്ട് ഈസ് ബേസ്? ബേസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിമ്പിൾസ്. ബേസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സിമ്പിൾസ് ഇൻ എ നമ്പർ സിസ്റ്റം. ഇനി NS എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്പർ സിസ്റ്റം ആണ് ഓർത്തോണം. ഇനി നമ്പർ സിസ്റ്റം. ഓക്കെ, ഇപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ എത്ര സിമ്പിൾ ഉണ്ട്? 0, 1, 2, 3 അപ് ടു 9 വരെ അല്ലെ. ഇപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് സിമ്പിൾസ് എന്ന് പറഞ്ഞ് 10. അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ഒരു നമ്പർ എഴുതി 345 അല്ലെ. 345 എന്ന് എഴുതി. പിന്നെ ഞാൻ 435 എന്ന് എഴുതി. പിന്നെ ഞാൻ 453 എന്ന് എഴുതി. ഇവിടെ എല്ലാം ഞാൻ യൂസ് ചെയ്ത സിമ്പിൾ സെയിം ആണ്. പക്ഷെ വ്യത്യാസം വരുന്നത് ഇവിടെ 300 ആണ് അല്ലെ. ഇവിടെ 330 ആണ്. ഇവിടെ 3 ആണ്. ശരിയല്ലേ? ഇവിടെ ഇത് ഹൺഡ്രഡ്സിന്റെ പൊസിഷനിലാണ്. ഇവിടെ ടെൻസ്, ഇവിടെ വൺസിന്റെ പൊസിഷനിലാണ് അല്ലേ. അപ്പൊ അതനുസരിച്ച് അതാണ് നമ്മൾ പറയുന്നത്. 3 എന്ന് പറയുന്നത് ആ സിമ്പിളിന്റെ വാല്യൂ ആണ്. സോ ഇത് ഡിപ്പെൻഡ്, ഫസ്റ്റ് കേസ് ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ symbol. So here it is 3. Position means where it is. First position, second position, third position, and the base of the number system. That means the power of the number system. Okay. So when it is at the 100th position, it is 10 raised to 2. When it is at 10th position, it is 10 raised to 1. When it is at 1's position, it is 10 raised to 0. So in a positional number system, the value of the symbol or the number depends upon the base, the position, and the symbol itself. Okay, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ നമ്പർ സിസ്റ്റം, പൊസിഷണൽ നമ്പർ സിസ്റ്റം പറയാറുള്ളത്. അപ്പൊ ഇതിനകത്ത് ആദ്യം പെട്ടെന്ന് നമ്പർ സിസ്റ്റം ഒക്കെ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം. ഫസ്റ്റ് വൺ ബൈനറി. അപ്പൊ നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 സിമ്പിൾ ആണുള്ളത്. സീറോയും ഉണ്ട്, 1ഉം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ബേസ് 2 ആയിരിക്കും അല്ലെ. അപ്പോൾ നമ്മൾ 110 എന്ന് പറഞ്ഞാൽ 110 വായിക്കത്തില്ല, 110 തന്നെ വായിക്കും. 110 ടു ദ ബേസ് 10. ഇതാണ് ബൈനറി നമ്പർ സിസ്റ്റം. പിന്നെ വരുന്നത് നമ്മുടെ സാധാരണ ഡെസിമൽ. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യും, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ബേസ് 10 ആണ്, സിമ്പിൾസ് 0 to 9 ആണ്. എക്സാമ്പിൾ 25 ടു ദ ബേസ് 10. പിന്നെ വരുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ അല്ലെ, ഒക്ടോപ്പസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ. ഒക്ടൽ എന്ന് പറഞ്ഞാൽ അത് ബേസ് 8 ആണ്. ഇതിന്റെ ബേസ് 8 ആണ്. എവിടെ വരെ വരും? 0, 1, 2 അങ്ങനെ പോയിട്ട് 7 ആയിരിക്കും ഏറ്റവും ലാർജസ്റ്റ് അല്ലെ, ബിഗസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞു. ലാർജസ്റ്റ് സിമ്പിൾ 7 ആയിരിക്കും. 0 to 7. ബേസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. അതുകൊണ്ടാണ് അത് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് അറിയപ്പെടുന്നത്. പിന്നെ വരുന്നത് ഹെക്സാഡെസിമൽ. നിങ്ങൾ കുറച്ചു പേരെങ്കിലും
HTML-ഉം CSS-ഉം ഒക്കെ പഠിച്ചതായിരിക്കും. അപ്പൊ അതിനകത്ത് കളറൊക്കെ കൊടുക്കുമ്പോൾ അല്ലെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ FF എന്നൊക്കെ കിടക്കുന്ന കാണാല്ലേ, FFCC00 ഇങ്ങനെയൊക്കെ വന്ന് കിടക്കുന്നതാണ്. എന്തായിരിക്കും ഈ F? എന്തായാലും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 16 അപ്പൊ ഇവിടെ സിമ്പിൾസ് വരുന്നത് 0, 1, 2, 3, 4 അങ്ങനെ വന്ന് 9 വരെ വരും. അപ്പൊ 10 എണ്ണമായി അല്ലെ. ഇനി ബാക്കിയുള്ളതിന് എന്ത് ചെയ്യും? 10 എണ്ണമായി, ഇനി എത്ര എണ്ണം കൂടെ വേണം? 6 എണ്ണം കൂടെ വേണം അല്ലെ. ഇപ്പൊ എന്ത് ചെയ്യും? A, B, C, D, E, F ഇതായിരിക്കും അതിന്റെ കറസ്പോണ്ടിങ് സിമ്പിൾസ് വരിക ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ. അതിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ A എന്ന് പറഞ്ഞാൽ 10 ആണ്. പക്ഷെ ഒരിക്കലും ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഇല്ല. പക്ഷെ കൺവേർഷൻ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് 10 ആക്കിയിട്ടാണ് ചെയ്യുന്നത്. കാണിച്ചു തരാം. B എന്ന് പറഞ്ഞ 11, C 12, D 13, E 14, F 50. അപ്പോൾ ലാർജസ്റ്റ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ 15 അല്ലെങ്കിൽ 15 ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് 16 ആണ്. 0 to 9 ABCDEF വരെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരും. അപ്പൊ ഈ ഓരോ നമ്പർ സിസ്റ്റവും യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ. ഇത്രയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ മെസ്സേജ് വന്നു എടുക്കും. നിങ്ങളുടെ അറ്റൻഡൻസ് മെസ്സേജ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം, അല്ല എനിക്ക് അറിയാൻ പറ്റത്തില്ല. ഇനി വരുന്നത് ഇതിന്റെ കൺവേർഷൻസ് ആണ് വരുന്നത്. നമ്മൾ ആദ്യം ചെയ്യുന്നത് ഡെസിമൽ ടു ഓൾ. എങ്ങനെയാണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് അതർ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് വൺ ഞാനിപ്പോ ഡെസിമൽ ടു ബൈനറി പഠിപ്പിക്കാം. ഞാൻ പെട്ടെന്ന് ചെയ്തു പോകും, നിങ്ങൾ കൂട്ടത്തിൽ ചെയ്ത് പോകണം. നോട്ട്ബുക്ക് തന്നെയും എടുത്തിട്ട് അതിൽ ചെയ്ത് പഠിക്കുക. ഇപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെ. അപ്പൊ എല്ലാത്തിനും റൂൾ ഒന്ന് തന്നെയാണ്. ഡെസിമൽ ടു ബൈനറി ആയാലും ഡെസിമൽ ടു ഒക്ടൽ ആയാലും ഡെസിമൽ ടു ഹെക്സാഡെസിമൽ ആയാലും റൂൾ ഒന്ന് തന്നെയാണ്. To which system we want to convert, divide by the base of that number system. Okay, so suppose we want to convert 3, decimal 3. Don't forget to put the base. Decimal 3 to binary. Suppose this is our question. How to convert it? 2, write 3 here. Then 2 is the base of binary number system. Why we use 2? Because 2 is the base of the number system. നമുക്ക് ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പൊ അതിന്റെ ബേസ് 2 ആണ്. How many times in 3? 1 times. So 1 into 2, 2. Okay, so remainder is 1. So the binary of 3 is 1, 1. Then write it from bottom to top. താഴേന്ന് മേലിലോട്ട് എഴുതണം. ഒന്നുകൂടെ പറയാം. 3 ആണ്. 3യിൽ 1 ടൈമേ ഉള്ളൂ അല്ലെ. ആ 1 ഇവിടെ എഴുതി. പക്ഷെ 1 into 2 2 ആയിട്ടുള്ളൂ. ബാക്കിയൂടെ വരണം അല്ലെ. അപ്പൊ റിമൈൻഡർ 1. അപ്പൊ ഇവിടെ 1, 1 എന്നായിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ 2വിന്റെ ബൈനറി എത്രയായിരിക്കും? 2വിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 2 ടൈംസ് അല്ലെ. അപ്പൊ
1 ടൈം നമുക്ക് ഒരു 2-ൽ എത്ര 2 കിട്ടും? 1 ടൈം കിട്ടും. 2 ഇൻറ്റു 2 2. സോ റിമൈൻഡർ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മളിവിടെ 0 കൊടുത്തു. റിമൈൻഡർ ഒന്നുമില്ല, അതുകൊണ്ട് 0 കൊടുത്തു. 10 അല്ല, 10 എന്ന് വായിക്കാം. അങ്ങനെയാണെങ്കിൽ 5-ന് എന്ത് ചെയ്യും? 5 to the base 10. 5 2 ടൈംസ് 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 4. റിമൈൻഡർ 1. 2 ഇൻറ്റു 2 ഇവിടെ 4 ആയതേ ഉള്ളൂ, ഒരു 1 മിച്ചമുണ്ട്, ആ 1 ഇവിടെ എഴുതും. പിന്നെയോ 2. How many times? 1 times, remainder 0. So output is 1 0 1 to the base 2. 9 ആണെങ്കിലോ? 9 2 4 times 8, remainder 1. 2 2 times 4, remainder 0. Again 2, 1 time, remainder 0. So the output is 1 0 0 1 to the base 2. ഒരെണ്ണോടെ ചെയ്യാം. ഇത് എന്നോട് എഴുതിയെടുക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. 70. 2 8 1 2 4 times, no remainder, so 0. Add a 0 here. Then again 2 2 times 0 2 1 times 0. So the output is 1 0 0 0 1. ഇതാണ് decimal to binary. So here the base of binary number system is 2. So divide the number by 2 until you get a value 1. Here the value 1. Here the value 1. Okay. അടുത്ത കേസിൽ അടുത്ത കൺവേർഷൻ വരുന്നത് ഡെസിമൽ ടു ബൈനറി കഴിഞ്ഞു, പിന്നെ ഡെസിമൽ ടു octal. What's the rule? The base of the number system is 8. So divide the number by 8. ലാർജസ്റ്റ് സിമ്പിൾ 7 ആണ്, പിന്നെ അതില്ല, നമ്മൾ 8-നെ എടുത്തു. 8 to the base 10. അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യും? 8 1 times in 8, remainder 0. So 1 0 to the base 1 0 to the base 8. Okay, 1 0 to the base 8. ഒക്ടലിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. 10 ആണെങ്കിലോ? 10 8 1 ടൈം അല്ലെ, റിമൈൻഡർ എത്രയാ? 2. സോ 1 2 to the base 8. 27 ആണെങ്കിലോ? 27 8. 8 3s are 24. So 3 times. ഇവിടെ 24 ഉണ്ട്, റിമൈൻഡർ 3.
റിമൈൻഡർ 3. ഔട്ട്പുട്ട് എത്ര വരും? 3 to the base 8. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോ ഏതാ ഉള്ളത്? ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. ഇതിനകത്ത് ഒരു കേസ് കൂടി ഉണ്ട് കേട്ടോ. അതായത് ഇപ്പൊ 0.1 എന്ന് വെച്ചോ, ഇപ്പൊ 14.26 to the base 10. എല്ലാത്തിനും ഒരുപോലെ കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ 14നെ 8 കൊണ്ട് ചെയ്തു. 1 times 6. ഇപ്പൊ ഇവിടെ 16 കിട്ടി അല്ലെ. ഇനിയിപ്പോ ഒക്ടൽ പോയിന്റ് കഴിഞ്ഞ് വരുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. 0.26 ആണ് കേട്ടോ. 26 into 8. അപ്പൊ ഇവിടെ എത്ര വരും? 8, 4, 20, 2 കണ്ടോ? ഈ രണ്ടിനെ ഇനി എടുക്കും, ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, പിന്നെ നമ്മൾ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 64, റിമൈൻഡർ 6, 0, 8 plus 6, സോറി 8 into 0, 0 ആണ്, 6 വരും. അപ്പൊ ഇവിടെ ഒന്നുമില്ല, അപ്പൊ ഇവിടെ 0. 32, 3, റിമൈൻഡർ 3 ഉണ്ട്. 51, 5 ഉണ്ടോ? നമ്മൾ ഇവിടെയൊക്കെ എഴുതിക്കൊണ്ടിരുന്നത് ബോട്ടം ടു ടോപ്പ് ആണ്. ഇവിടെ വരുമ്പോൾ അത് ടോപ്പ് ടു ബോട്ടം എഴുതും. 205, 16.205 എന്ന് വരും ടു ദ ബേസ് 8. അപ്പൊ ഡെസിമൽ പോയിന്റിന് ശേഷമാണ് വരുന്നതെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ളത്, അതായത് നമ്മൾ എന്താ ക്യാരി എന്നൊക്കെ ഇനി പറയാം, ക്യാരി ആയിട്ടുള്ളതിനെ എടുത്ത് മാറ്റും. ആ ടേം നിങ്ങൾക്ക് അത്ര ഫെമിലിയർ അല്ല, അതിനെ മാറ്റി ആൻസറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഇനിയിപ്പോ വരുന്നത് ഡെസിമൽ ടു ഡെസിമൽ ടു ഹെക്സാഡെസിമൽ. നമുക്കറിയാം ഇവിടെ ബേസ് വരുന്നത് 16 ആണ്. സോ ഒബ്വിയസ്ലി ഡിവൈഡ് ബൈ 60. അപ്പൊ നമുക്ക് 16 to the base 10. 16 to the base 10 നമ്മൾ ഡിവൈഡ് ചെയ്യുവാണ്.
16 കൊണ്ട് ഡിവൈഡ് ചെയ്തു 1 ടൈംസ് റിമൈൻഡർ 0. സോ 1 0 ടു ദ ബേസ് 16. 10 എന്ന് വായിക്കരുത്, കാരണം എക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 10 എന്ന് പറഞ്ഞിട്ടൊരു സിമ്പൽ ഇല്ല, എങ്ങും ഇല്ല. കാരണം 0 to 9 ഉള്ളൂ. 1 0 എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ ഡിഫൈൻ ചെയ്ത സിമ്പൽസിന്റെ കോമ്പിനേഷൻ ആണ്. അങ്ങനെ കോമ്പിനേഷൻ നമ്മൾ വായിച്ചെടുക്കത്തില്ല കൺവേർട്ട് ചെയ്യുമ്പോൾ. അത് എപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ വരുന്നത് ഇപ്പോ 35 ടു ദ ബേസ് 10 എങ്ങനെ കൺവേർട്ട് ചെയ്യും? 35 16 2 ടൈംസ് 32 പിന്നെ പോയിട്ട് 3 റിമൈൻഡർ വരുന്നത് 3. സോ 23 ടു ദ ബേസ് 60. ഒരു നമ്പർ 1 168 168 to the base 10. അപ്പൊ എങ്ങനെ ചെയ്യും? 168 to the base 16 നമ്മൾ ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യും അല്ലെ. നമുക്കറിയാം 160 എത്ര ടൈംസ് ഉണ്ട്? 10 ടൈംസ് ഉണ്ട്. പിന്നെ ബേസ് പിന്നെ വരുന്നത് 8 റിമൈൻഡർ ആയിട്ട് വരുന്നത്. അപ്പൊ 10 8 എന്ന് വരും അല്ലെ. 10 8. ഓൾറെഡി നമ്മൾ പഠിച്ചു ഈ 10 എന്ന് പറഞ്ഞൊരു സംഭവം ഇത് ഡിഫൈൻ ചെയ്യുന്നില്ല. നമുക്ക് ഈ 10 എന്ന് പറയുന്ന ഒരു കേസ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഇല്ല. അപ്പൊ അതിനെ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിന്റെ കറസ്പോണ്ടിങ് സിമ്പൽ എഴുതും A8 ടു ദ ബേസ് 10 സോറി 60. നമ്മൾ ബോട്ടം ടു ടോപ്പ് ആണ് ചെയ്യുന്നത്. A8 ഇങ്ങനെയാണ് ചില നമ്പർ സിസ്റ്റത്തിൽ. ഇപ്പൊ നമ്മൾ എന്താ CD3 എന്നൊക്കെ കാണത്തില്ലേ, അതിങ്ങനെ കൺവേർട്ട് ചെയ്ത് അല്ലെ ഇങ്ങനെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഡുകളാണ്. A8 10 കഴിഞ്ഞ് ഏത് വന്നാലും അതിന്റെ കറസ്പോണ്ടിങ് കോഡ്. ഇപ്പോൾ 13 ആണ് വരുന്നെങ്കിൽ D വരുവല്ലേ. A10 B11 C12 D13. എഴുതിയെടുക്കുന്നുണ്ടോ നിങ്ങൾ? ഹലോ, ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ. കഥ കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ കയ്യിൽ കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. 10 വരുന്നത് ഇപ്പൊ നമ്മൾ ഡെസിമൽ ടു ഓൾ കഴിഞ്ഞു അല്ലെ. നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇപ്പൊ ബൈനറി എടുക്കുവാണെങ്കിൽ നമുക്കിപ്പോ ബൈനറി ടു ഡെസിമൽ കൺവേർട്ട് ചെയ്യണം. ഇവിടെയും ഓൾമോസ്റ്റ് എല്ലാം സെയിം ആയിട്ട് വരും. ബൈനറി ടു ഡെസിമൽ ആണ്. അപ്പോൾ ബൈനറിയുടെ പവർ 2 അല്ലെ, സോറി ബേസ് 2. ബൈനറിയുടെ ബേസ് 2 ആണ്. അപ്പൊ 2വിന്റെ പവർ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുവാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പൊ എൻ്റെ കയ്യിൽ ബൈനറി
10 ഉണ്ടെന്ന് വിചാരിക്കുക. 10 എന്ന് വായിക്കരുത്, 10. ഓക്കെ. അപ്പൊ നമ്മൾ അതിനെ 2ന്റെ പവർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടം. ഒന്നുകിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ടു റൈറ്റ് റീഡ് ചെയ്യാം, ഇങ്ങനെ ഇവിടുന്ന് റീഡ് ചെയ്ത് എടുക്കാം, അല്ല ഇങ്ങനെ എടുക്കാം. ഞാൻ രണ്ടും ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് എളുപ്പം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അപ്പൊ 0 എടുക്കും അല്ലെ. 0യുടെ അവിടെ 2ന്റെ പവർ എത്ര? ഏറ്റവും ലീസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 0. 2^0 പ്ലസ് 1 ഇൻറ്റു 2^1. അപ്പൊ ഈ ഒരു ടേം എന്തായി പോവും? 0 ആയി പോവും, കാരണം മൾട്ടിപ്ലൈഡ് ബൈ 0 ആണ്. പിന്നെ ഇവിടെ 1 ഇൻറ്റു 2^1 2 itself, so 2. So the answer is 2. നിങ്ങളുടെ കയ്യിൽ നോട്ട് ഉണ്ടോ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ തൊട്ട് മുമ്പ് കൺവേർട്ട് ചെയ്ത് പഠിച്ചായിരുന്നു. അപ്പൊ നിങ്ങളുടെ കൺവേർഷൻ ശരിയാണോ എന്ന് അറിയാനായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയാലും മതി. ഓൾറെഡി നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരെണ്ണം നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ പരീക്ഷയ്ക്ക് ചോദിച്ചു, എക്സാമിന് ചോദിച്ചു, ശരിയാണെന്ന് അറിയാൻ തിരിച്ചൊന്ന് കൺവേർട്ട് ചെയ്ത് നോക്കിയാൽ കിട്ടും. അപ്പൊ ഇതാണ് ഒരു മെത്തേഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു ചെയ്യാം. 1 ഇൻറ്റു 2^1 പ്ലസ് 0 ഇൻറ്റു 2^0. ഞാനത് ചെയ്യാത്തതിനൊരു റീസൺ ഉണ്ട്. ഇങ്ങനെ ഒരിക്കലും ചെറിയ നമ്പർ വരത്തില്ല. വലിയ ബിറ്റ് സ്ട്രിങ്സ് വന്നു കഴിയുമ്പോൾ ഒരെണ്ണം കുറച്ച് കുറച്ച് എടുക്കേണ്ടി വരും. ഉണ്ടോ? ഇവിടെ 2 ബിറ്റാ ഉള്ളത്, പക്ഷെ പവർ വന്നത് 1 ഉണ്ടോ? അത് ചിലപ്പോൾ എക്സാമിന് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സേഫ് സോൺ നോക്കിയെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ വേറെ ഒരെണ്ണം ചെയ്ത് കാണിച്ചു തരാം. അതായത് 1 0 1 0. ഇവിടെ 2. ഞാൻ എന്തായാലും ഇങ്ങനെ എടുത്ത് ചെയ്യുവാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ 0 ഇൻറ്റു 2^0 പ്ലസ് 1 ഇൻറ്റു 2^1 പ്ലസ് 0 ഇൻറ്റു 2^2 പ്ലസ് 1 ഇൻറ്റു 2^3. അപ്പോൾ ഇവിടെ 2^0 എന്താണെന്നറിയോ? എനി നമ്പർ (0). x^0 എന്ന് പറഞ്ഞാൽ 1 ആണ് കേട്ടോ, അത് മറക്കരുത്. x^0 1 ആണ്. അപ്പൊ ഇവിടെ എന്തായാലും ഒരു 1 ഉണ്ട്, പക്ഷെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയി പോകും. ഇവിടെ ഓൾറെഡി 2 വന്നു. 0 പ്ലസ് 8. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 10. 10 ടു ദ ബേസ് 10. ഇങ്ങനെയായിരിക്കും. ഇനിയിപ്പോ ഇങ്ങനെയാണ് വന്നതെങ്കിലോ, ടു ദ ബേസ് 2. ഞാൻ ഇങ്ങനെയാണ് എടുത്തത് കേട്ടോ, ഇങ്ങോട്ടേക്കാണ് എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. 2^0 പ്ലസ് 0 ഇൻറ്റു 2^1 പ്ലസ് 1 ഇൻറ്റു 2^2 പ്ലസ് 1 ഇൻറ്റു 2^3. ഇവിടെ നമുക്കറിയാം 1 ഇൻറ്റു 2^0 1. ഈ ഒരു ടേം ഫുള്ള് 0 ആയി പോവും. പ്ലസ് 4 പ്ലസ് 8. ഓക്കെ. ഇവിടെ 1 ഇൻറ്റു 1 1 പ്ലസ് 4 പ്ലസ് 8. So answer is 13 to the base 10. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ബൈനറി ടു ഡെസിമൽ. ഇത് ഒരെണ്ണം
പഠിച്ചിരുന്നിട്ട് അത് ഓർത്തിരിക്കുകയെ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇതിപ്പോ എല്ലാ കൺവേർഷനും വരുമ്പോൾ മൊത്തത്തോടെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു രീതി പഠിപ്പിക്കുന്നത്. ഇതിപ്പോ ബൈനറി ടു ഒക്ടൽ ആണ്. ഇനിയിപ്പോ പഠിപ്പിക്കുമ്പോൾ ഒക്ടൽ ടു ബൈനറി ടു ഡെസിമൽ ആണ് ഇപ്പൊ പഠിച്ചത്. ഇനി ഒക്ടൽ ടു ഡെസിമലിലേക്കാണ് പോകുന്നത്. ബൈനറിയുടെ ബാക്കി ഞാനങ്ങ് ഇത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ ആ ഓർഡറിൽ വരും. ഒക്ടൽ ടു ഡെസിമൽ. ഒക്ടൽ ടു ഡെസിമൽ വന്നു. അപ്പൊ ഇവിടെ ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് 10 ആണ്, സോറി 8 ആണ് അല്ലെ. അപ്പൊ 8ന്റെ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നിങ്ങളുടെ കയ്യിലൊരു ഒക്ടൽ നമ്പർ ഉണ്ട് 1 2 ടു ദ ബേസ് 8. ഇതും ഞാൻ ഇങ്ങനെ എടുത്തു, നിങ്ങൾക്ക് എങ്ങനെ വേണ്ട എടുക്കാം. 2 into 8 raised to 0 plus 1 into 8 raised to 1. 8 raised to 0, any number raised to 0, x raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണെന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഇവിടെ എന്ത് വരും? 2 into 1 plus 1 into 8. ഇവിടെ 2 plus 8, 10. 10 to the base 10 to the base 10. 10 to the base 10. ഇവിടെ 3 into 8 raised to 0 ഞാൻ ഇങ്ങോട്ടാണ് എടുത്തത്, പ്ലസ് 1 into 8 raised to 1 plus 2 into 8 raised to 2. ഇവിടെ എത്ര വരും? ഇത് 3. ഇവിടെ 8 raised to 1 8. ഇവിടെ 8 raised to 2 64. 64 into 2 128. എത്ര വരും? 128 plus 8 136 3 139 അല്ലെ. 139 കറക്റ്റ് അല്ലേ? to the base 10. ഇങ്ങനെയാണ് ആൻസർ. ഓക്കെ, ഇനി വരുന്നത് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ.
hexadecimal to decimal, not octal, decimal. Okay. ഇവിടെ ഇപ്പോ uh, 17 to the base 60. അപ്പൊ അതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെ എടുക്കും? 7 into 16 raised to 0 plus 1 into 16 raised to 1. നമുക്കറിയാം 16 raised to 0 1 ആണ് അല്ലെ? ഇവിടെ 7 വരും, ഇവിടെ 60. 23 to the base 10. പിന്നെ വരുന്നത് ഇപ്പോ 10D D ആണ് കേട്ടോ. 10D to the base 60. എന്ത് ചെയ്യും? 10D ഞാൻ തിരിച്ചെടുത്തേക്കുന്നു. D into 16 raised to 0 plus 0 into 16 raised to 1 plus 1 into 16 raised to 2. എത്ര വരും? ഡീന്ന് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഡി എന്ന് പറഞ്ഞ ആരാ? A10, B11, C12, D13. into 1 പ്ലസ് ഇവിടെ എന്തായാലും 0 ആയി പോകും. ഇവിടെ 16ന്റെ പവർ 16 സ്ക്വയർ എത്രയാ? 16 into 16 എത്രയാ? 256 അല്ലേ? 256 എത്രയാണോ ആഡ് ചെയ്ത് കിട്ടുന്നത് അതായിരിക്കും ആൻസർ. ഒരൊറ്റ സെക്കൻഡ്, ഞാനിപ്പോ വരാം.
ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതിപ്പോ ആ ഒരു സെഷൻ കൺവേർഷൻ കഴിഞ്ഞു, അതായത് ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ബൈനറി ടു ഡെസിമൽ. അപ്പൊ ഇവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ പവർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഏത് നമ്പർ സിസ്റ്റം വെച്ചിട്ടാണോ കൺവേർട്ട് ചെയ്യുന്നത്. ഹെക്സാഡെസിമലിന് ഡെസിമലിലേക്കാണെങ്കിൽ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഒക്ടൽ ടു ഡെസിമൽ ആണെങ്കിൽ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ബൈനറി ടു ഡെസിമൽ ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി പോകുന്നത് ഇന്റർ ആയിട്ട് നമ്മൾ പഠിച്ച കുറച്ച് നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി, ഹെക്സാഡെസിമൽ, ഒക്ടൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഇവിടെ എൻ്റെ കയ്യിലൊരു ബൈനറി നമ്പർ ഉണ്ട്. എനിക്കതിനെ ബൈനറി ഉണ്ട്, എനിക്കതിനെ ഒക്ടലാക്കി മാറ്റണം. ഞാൻ എന്ത് ചെയ്യും? ഇതാണ് ബൈനറി ടു ഒക്ടൽ. അപ്പൊ എൻ്റെ കയ്യിൽ 101 എന്ന് പറഞ്ഞൊരു ബൈനറി നമ്പർ ഉണ്ടെങ്കിൽ അതിനെ ഒക്ടലാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ, ഒക്ടലിന്റെ ഏറ്റവും ലാർജസ്റ്റ് സിമ്പിൾ ഏതാ? ബിഗസ്റ്റ് നമ്പർ വരുന്നത് അതിൻ്റെ അകത്ത് 0 to 7 ആണ് അല്ലെ? ഈ 7നെ ഒന്ന് ബൈനറി ആക്കി നോക്കി. 7നെ ബൈനറി ആക്കുമ്പോൾ 2, 3 into 2 6, remainder 1, again 2, 1 time 1 into 2 2, remainder 1. അതായത് 111 ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെ? 111 എന്ന് പറഞ്ഞാൽ അതിന്റെ ലാർജസ്റ്റ് നമ്പർ ഇരിക്കാനായിട്ട്, അതായത് ലാർജസ്റ്റ് സിമ്പിൾ ആയ 7നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 3 ഡിജിറ്റ് പൊസിഷൻസ് ആണ് നമുക്ക് വരുന്നത്. ഇപ്പൊ അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി, ഇച്ചിരി കഴിയുമ്പോൾ കാര്യം മനസ്സിലാവും. 3 ഡിജിറ്റ് പൊസിഷൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് ബൈനറി നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അതിനെ എന്ത് ചെയ്യണം? 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതണം. 101 എന്ന് പറഞ്ഞ ബൈനറി എത്രയാ? 5 വരും അല്ലെ? 5 ഞാൻ എഴുതിയത് എനിക്ക് ബൈ ഹാർട്ട് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം, അത് ഞാനൊന്ന് വിട്ടുപോയതാണ്. അപ്പൊ നമ്മുടെ കയ്യിലൊരു ബൈനറി നമ്പർ ഉണ്ട് 1011. ഇങ്ങനെ ഒരു ബൈനറി നമ്പർ ഉണ്ടെങ്കിൽ നമുക്കറിയാം ഇവിടെ വരുമ്പോൾ അതിന്റെ പവർ 2വിന്റെ പവർ 0 ആണ്. ഇവിടെ വരുമ്പോൾ 2വിന്റെ പവർ 1 ആണ്. ഇവിടെ വരുമ്പോൾ 2വിന്റെ പവർ 2 ആണ്. ഇവിടെ വരുമ്പോൾ 2വിന്റെ പവർ 3 ആണ് അല്ലേ? അപ്പൊ ഇനി എങ്ങനെ കൺവേർട്ട് ചെയ്ത് എഴുതും? ഇതിനെ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ 2വിന്റെ പവർ 0 ആവുമ്പോൾ അവിടെ 8 വരും അല്ലേ? സോറി, 2വിന്റെ പവർ 0 ആവുമ്പോൾ അവിടെ 1 വരും. എനി നമ്പർ റേസ്ഡ് ടു 0, 1. 2 റേസ്ഡ് ടു 1 എന്ന് പറയുമ്പോൾ 2. 2 റേസ്ഡ് ടു 2 എന്ന് പറയുമ്പോൾ 4. 2 റേസ്ഡ് ടു 3 എന്ന് പറയുമ്പോൾ 8. അപ്പൊ ഇതിന് 8421, 4 ഡിജിറ്റിനെ ഇത് പോസിബിൾ ആവുള്ളൂ എങ്കിലും എളുപ്പമാണ്. 8421 എന്ന് വരും അല്ലേ? ഇനിയിപ്പോ എന്താ? 8 into 1, 4 into 0, 2 into 1, 1 into 1 അല്ലെ? ആ നമ്പർ കൊണ്ട് നേരെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് വിട്ടാൽ മതി. അപ്പൊ 8ഉം 2ഉം 10ഉം 1ഉം 11 ഉണ്ടോ? 11 പെട്ടെന്ന് കിട്ടും. ബൈനറി 11 കിട്ടും. സോറി, ഒക്ടല് ഡെസിമല് 11 കിട്ടും. അങ്ങനെയാണ് ഒരെണ്ണോട് ചെയ്ത് നോക്കാം. 1000 എങ്ങനെ എഴുതും? 8421. പെട്ടെന്ന് കിട്ടിയില്ലേ? 8ആണ്. 1100, 8421 കിട്ടി 12 ആണ്. എന്താ? 1111, 8421 എത്ര കിട്ടി? 8 4 12, 8 14 1 15 ഉണ്ടോ? ഇങ്ങനെ വേഗം വേഗം ചെയ്തെടുക്കാൻ പറ്റും.
അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ബൈനറി വന്നപ്പോൾ ഒന്ന് സ്കിപ്പായി പോയതാ, സോറി. ഇത് ഈ ബൈനറി ടു ഒക്ടൽ ചെയ്യുമ്പോൾ നമ്മൾ 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ആക്കി ഡിവൈഡ് ചെയ്യാനുള്ള കാരണമാണ് ഞാൻ പറഞ്ഞത്. അത് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യണം കേട്ടോ, ലെഫ്റ്റ് ടു റൈറ്റ്, ഇത് നിർബന്ധമാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 7ന്റെ 7 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ, അതിന്റെ നമ്പർ പൊസിഷൻസ് 3 എണ്ണമാണ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ഇനിയിപ്പോ നമ്മള് വേറൊരു നമ്പർ 1011 ഇങ്ങനെ കിട്ടി. നമ്മളോട് പറഞ്ഞേക്കുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഗ്രൂപ്പ് ചെയ്യാനാ പറഞ്ഞത്. അപ്പോ 110 അല്ലെ, ഇതൊരു ഗ്രൂപ്പ് കിട്ടി. ആര് മിച്ചമുണ്ട്? ഒരു 1 മിച്ചമുണ്ട്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പാക്കി മാറ്റണം. അപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്ത് കൊടുത്തു. ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്ത് കൊടുത്തു. എന്റെ കാര്യം മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. ഇവിടെ 001 എന്ന് പറഞ്ഞാലും വെറുതെ 1 എന്ന് പറഞ്ഞാലും 1 ആണ്. 0011 എന്ന് പറഞ്ഞാൽ 113 ആണ്. ഉണ്ടോ? 13 to the base 8. ഒന്നുകൂടെ പറയാം. 1011 എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ആക്കി. ഒരു 1 മിച്ചം വന്നു. റൂൾ അനുസരിച്ച് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ 1 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ 1 ആഡ് ചെയ്ത് കൊടുത്തു. ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ 0 ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ 001 വന്നാലും 1 ആണ്. ആഡ് ചെയ്തില്ല എന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഇവിടെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പം വരുന്ന സ്ഥലം വരും. അപ്പൊ നമ്മളത് ചെയ്ത് പഠിക്കുക നല്ലത്. അപ്പൊ 1 ഉണ്ട്, പിന്നെ 001 അതാരാ? 011 അതാരാ? 3 ഇല്ലേ? അപ്പൊ 13 to the base 8 എന്ന് കിട്ടി. ഇനിയിപ്പോ ഇങ്ങനൊരു നമ്പർ വന്നു. ഇതിനെ 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പാക്കി ഇരിക്കണം അല്ലെ. ഇവിടം വരെ ഒരു ഗ്രൂപ്പ്, ഇവിടം വരെ ഒരു ഗ്രൂപ്പ്, ഇവിടം വരെ ഒരു ഗ്രൂപ്പ്. അപ്പം 110 എന്ന് പറയുമ്പോഴത്തേനും 8421 അല്ലെ. 421 അങ്ങ് ഇട്ടാൽ മതി. 6 4 2 6 4 2 6, ഇവിടെ 5 കേട്ടോ. ടു ദ ബേസ് 8. ഒരിക്കലും ഇത് 7 മേളിൽ പോകൂല. എന്തുകൊണ്ടാ 7 മേളിൽ പോവാത്തെ? 3 വെച്ചിട്ടാ തിരിക്കുന്നത്. 3 വണ്ണേ വരുള്ളൂ അല്ലെ. 3 വണ്ണ് വന്നാൽ 7 കൊണ്ട് നിൽക്കും. 4 വണ്ണ് വന്നാൽ അല്ലെ 4ന് മേളിൽ പോയാലേ 8 9 10 അതിലേക്ക് പോകത്തുള്ളൂ. ഒരിക്കലും അത് അങ്ങനെ വരത്തില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. അതാണ് ഈ 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന്റെ ബെനിഫിറ്റ്. ഇത് ബൈനറി ടു ഒക്ടലാണ് ഇപ്പൊ പഠിച്ചത്. 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചെയ്യുന്നത് ബൈനറി ടു hexadecimal. Twin partition method. Now we know how to convert binary to octal. The largest symbol in octal is 7. Its binary code is 111. It requires 3 positions. Here we need to convert binary to hexadecimal. The largest symbol is 15. I know some of you have doubts whether is it 15 or F. Both are same. In our case, we can take it as 15. The corresponding binary is nibble 1 or 4-1. 4 ones are there. So we have to convert the binary to group of 4 ones. So suppose we get a binary number 11 to the base 2. How to convert into octal means 11 add
two numbers in the left side, then convert it into corresponding decimal. It is 3. 3 to the base 16. Suppose 101001. This is the binary. Group it into 4. So your question is 101101. So this is the first group. From left to right. Left to right. This is the first group. Left to right. Add a 0 here. Then convert it into corresponding decimal. 101 means 5. 1001 means 9. So 59 to the base 60. Okay. Suppose the question is like this. 101 1101. So here 4 groups. Here also 4 groups. Add a 0. So it is 4, 5. Here it is 1101. 8421. 8 4 12 13. Is it possible? No. So 5D. 5D to the base 60. ഇങ്ങനെയാണ് ചെയ്യുന്നത്. So binary to hexadecimal. ഇനി ഇപ്പൊ ഏതൊക്കെയാ ഉള്ളത്? Binary to octal, binary to hexadecimal. Now it is octal to
hexadecimal. Octal to hexadecimal. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ കയ്യിൽ ഒരു octal നമ്പർ ഉണ്ട്. ഫോർ എക്സാമ്പിൾ 40. 40 to the base 8. Oh. ചെറിയ കാര്യങ്ങളാണ്. അത് ചെയ്യേണ്ടത് octal to binary. octal to binary ഇത് പഠിച്ചില്ല അല്ലെ? octal to 14 ഉണ്ട്. ഇതിനെ ബൈനറി ആക്കണമെങ്കിൽ 1 4 ഇതാണ് ഡിജിറ്റ്സ് അല്ലെ? ഇപ്പൊ 4നെ ബൈനറി ആക്കുമ്പോൾ എത്ര കിട്ടും? 1 0 0. കുഴപ്പമില്ല. 1നെ ബൈനറി ആക്കിയ 1 തന്നെയാണ്. പക്ഷെ 3 ബിറ്റുള്ള ഗ്രൂപ്പായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നാലേ മുമ്പേ പറഞ്ഞ പോലെ തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ തെറ്റാതിരിക്കത്തുള്ളൂ. ഇപ്പൊ കുഴപ്പമില്ല അല്ലെ? to the base 2. For example, it will be 1 4 2 to the base 8. 1 we might think by every base 1 4. Three 5 2 3 5. This is for example 2 is 1 0. 2 is 5 0. So pad 8 0. Then 5 is 1 0 1. 3 is 1 1. So here we pad 8 0 in order to complete the 3 digits. Here no problem. Here also no problem. So the answer is 2. Octal to 5. Okay. So octal to binary. Okay. Next one is octal to hexadecimal. Octal to hexadecimal. Octal number plus question convert to 16. അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ ബൈനറി ആക്കി മാറ്റണം. 3 6 2. ഇതിനെ ബൈനറി ആക്കി മാറ്റുമ്പോൾ എങ്ങനെയാ മാറ്റുക? 2 എന്ന് പറഞ്ഞ 1 0 അല്ലെ? ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്തു. 6 എന്ന് പറഞ്ഞാല് 1 1 0 കുഴപ്പമൊന്നുമുണ്ട് അല്ലെ? 1 ഇതാണ് നമുക്ക് കിട്ടിയ എന്താ ബൈനറി. ഇനി ചെയ്യേണ്ടത് ഈ ബൈനറിയെ 4 വെച്ചിട്ടുള്ള ഗ്രൂപ്പാക്കി മാറ്റും. ഇത് കിട്ടിയ ബൈനറി 0 1 1 1 1 0 0 1 0. ഇതിനെ 4 വെച്ചിട്ടുള്ള ഗ്രൂപ്പാക്കി മാറ്റും.
ലെഫ്റ്റ് ടു റൈറ്റ്. ഇതാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പ്. 0 മിച്ചം വന്നു. അത് ലീവ് ചെയ്യാം. ഇവിടെ എന്ത് വന്നു? 15. 4 വന്നു 15. ഇവിടെ ആരാ? 2. ഈ 15 ഇവിടെ പോസിബിൾ ആണോ? അല്ല. അതുകൊണ്ട് F 2 to the base 6. ഒക്ടൽ ടു ഹെക്സാഡെസിമൽ ആക്കണമെങ്കിൽ ആദ്യം കിട്ടിയ ഒക്ടൽ നമ്പറിനെ ബൈനറി ആക്കി കൺവേർട്ട് ചെയ്യണം. ആയിട്ട് കൺവേർട്ട് ചെയ്യണം. കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 3 വെച്ചിട്ടുള്ള ഡിജിറ്റ് ആക്കണം. ഇതുപോലെ ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇടയ്ക്ക് ഇല്ലായിരുന്നു, ഇത് നമ്മൾ പാഡ് ചെയ്ത് കൊടുത്തതാ. അങ്ങനെയാണെങ്കിൽ അത് പാഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടോ അതിനെ നമ്മൾ 4 വെച്ചിട്ടുള്ള ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യണം. Again divided it into groups of 4. Then convert it into decimal. If it is more than or greater than 9, then convert it to the code A, B, C, D, E, F. അതാണ് ഇവിടെ ചെയ്തത്. So the first step for converting octal to hexadecimal is convert each octal digits into binary with 3 digits. Then group it into bits of 4. Again convert it into decimal. If it is greater than 9, convert it into coded form A, B, C, D, like that. To octal to hexadecimal. To octal to binary, octal to hexadecimal. Okay. ഇനി വരുന്നത് ഹെക്സാഡെസിമൽ ടു ബൈനറി. ഹെക്സാഡെസിമൽ ടു ബൈനറി നമുക്ക് ഓൾറെഡി അറിയാലോ, കൺവേർട്ട് ചെയ്യാനായിട്ട് 4 വെച്ചിട്ടുള്ള ഗ്രൂപ്പ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് 18 ടു ദ ബേസ് 16 ആണെങ്കിൽ അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാൻ തിരിച്ചിടട്ടെ. ഓക്കെ, 81 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 8 ഉണ്ട്, 1 ഉണ്ട്. 1ന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, 1 തന്നെയാണ്. 3 0 പാടി അല്ലെ. 8 ആണെങ്കിൽ എങ്ങനെ വരും? 1 0 0 0. ഇതാണ് 81ന്റെ കോഡ്. എപ്പോഴും ഓർക്കുക, നമ്മൾ 4 വെച്ചിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 4C to the base 60. ഇവിടെ 4 ഉണ്ട്, ഇവിടെ C ഉണ്ട് അല്ലെ. 4 C എന്ന് പറഞ്ഞ ആരാ? A 10, B 11, C 12. ഇത് 12 ആണ്. 12ന്റെ കറസ്പോണ്ടിങ് ബൈനറി എത്ര വരും? 1 1 0 0. 4ന്റെ കറസ്പോണ്ടിങ് ബൈനറി എത്ര വരും? 1 0 0 അല്ലെ. ഒരു 0 ബാക്ക്. കണ്ടോ? ഇങ്ങനെയാണ് ഹെക്സാഡെസിമലിനെ ബൈനറി ആക്കുന്നത്. ഇനി ഇങ്ങനെ കിട്ടിയ ബൈനറിയെ ഒക്ടൽ ആക്കാൻ പറഞ്ഞ് എന്ത് ചെയ്യും? അതായത് ഹെക്സാഡെസിമൽ ടു ഒക്ടൽ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യും? 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ആക്കുക. ഇതിപ്പോ 1 0 0 0, again 3 0 1. ഇതിനെ 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ആക്കുക. ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, സോറി റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്,
മൂന്നാമത്തെ ഗ്രൂപ്പ്. ഇവിടെ ഇത് 1 ആണ്, ഇവിടെ ഇത് 0 ആണ്, ഇവിടെ ഇത് 2 ആണ്. 81 to the base 16 ഒക്ടൽ ആക്കി കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 201 to the base 8 എന്ന് കിട്ടും. പിന്നെ ഇവിടെ ആകുമ്പോഴോ, ഇവിടെ വരുമ്പോൾ 1 0 0 1 1 0 0 അല്ലേ, 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പ്. ആദ്യത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ്. 1 0 0 എന്ന് പറഞ്ഞാൽ 4, 0 0 1 എന്ന് പറഞ്ഞാൽ 1 അല്ലെ. ഇവിടെ ഒരു 1 ഉള്ളൂ, നമ്മൾ വേണേൽ പാഡ് ചെയ്ത് കൊടുക്കാം. അഗെയിൻ 1 അല്ലേ. അപ്പൊ ഇത് എത്ര വന്നു? 1 1 4. 4 സിയുടെ കറസ്പോണ്ടിങ് ഒക്ടൽ 1 1 4. ഇപ്പൊ കുറെ കാര്യങ്ങൾ കഴിഞ്ഞു. നമ്പർ സിസ്റ്റം, ഡെസിമൽ, പൊസിഷണല്, നോൺ പൊസിഷണല്. പൊസിഷനിന്റെ അകത്ത് ഡെസിമൽ, ഒക്ടൽ, ബൈനറി, ഹെക്സാഡെസിമൽ. അതിന്റെ കൺവേർഷൻ ഞാൻ ഗ്രൂപ്പ് ചെയ്താണ് പഠിപ്പിച്ചത്. അങ്ങനെ തന്നെ പഠിച്ചു പോണം. ഇപ്പൊ എല്ലാം കൂടെ നല്ലൊരു പുകയായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞത്. ആദ്യം നമ്മൾ കൺവേർട്ട് ചെയ്തത് ഡെസിമലിനെ എല്ലാത്തിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ടായിരുന്നു അല്ലെ. ഡെസിമൽ ടു ബൈനറി വന്നപ്പോൾ ബൈനറിയുടെ പവർ 2, സോറി ബൈനറിയുടെ ബേസ് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഡെസിമൽ ടു ഒക്ടൽ വന്നപ്പോൾ ഒക്ടലിന്റെ ബേസ് 8 വെച്ച് ഡിവൈഡ് ചെയ്തു. ഹെക്സാഡെസിമൽ വന്നപ്പോൾ അതിന്റെ ബേസ് 16, അത് വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമായിരുന്നു. ബൈനറി ടു ഡെസിമൽ ആയപ്പോൾ ബൈനറിയുടെ ബേസ് 2ന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഒക്ടൽ ടു ബൈനറി ആയപ്പോൾ ഒക്ടലിന്റെ ബേസ് 8ന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഹെക്സാഡെസിമൽ ആയപ്പോൾ അതിന്റെ ബേസ് 16, അതിന്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. പിന്നെയാണ് ഈ ഇന്നർ ആയിട്ടുള്ള ട്രാൻസിഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൺവേർട്ട് ചെയ്ത് വരുന്നത്. അപ്പൊ അവിടെ നമ്മൾ ചെയ്തത് ബൈനറി ടു ഹെക്സാഡെസിമൽ അല്ലെ. ബൈനറി ടു ഒക്ടലൊക്കെ വളരെ എളുപ്പമാണ്. ആദ്യമേ ഒക്ടൽ ടു ബൈനറി നോക്കാം, വളരെ എളുപ്പമാണ്. ഒക്ടലിന്റെ ഓരോ ഡിജിറ്റും എടുക്കുക, ആ ഓരോ ഡിജിറ്റിന്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതുക. ബൈനറി എഴുതുമ്പോൾ ഡിജിറ്റിന് ബിറ്റ് പൊസിഷൻ കുറവാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ 0 ആഡ് ചെയ്യുക. 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പ് വേണം. അതിന്റെ റീസണിങ് ഞാൻ പറഞ്ഞു തന്നു. 7ന്റെ മാക്സിമം ബിറ്റ് പൊസിഷൻസ് 3 വരുന്നത്. പിന്നെ വരുന്നത് ഹെക്സാഡെസിമൽ ടു ബൈനറി 4 വെച്ചിട്ടുള്ള ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. ഒക്ടൽ ടു ബൈനറി ഒക്ടൽ ടു ഹെക്സാഡെസിമൽ വരുമ്പോൾ ഒക്ടലിനെ ആദ്യം ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്തിട്ട് 4 വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ആക്കി ഹെക്സാഡെസിമൽ ആക്കുക. മനസ്സിലായോ? ഹെക്സാഡെസിമൽ ടു ഒക്ടൽ വരുമ്പോൾ ഹെക്സാഡെസിമലിന്റെ ബൈനറി കണ്ടുപിടിക്കുക, അതിനെ 3 വെച്ചിട്ടുള്ള ഗ്രൂപ്പ് ആക്കി മാറ്റി കൺവേർട്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് അതിൻ്റെ അകത്തുള്ളത്. ഇനിയിപ്പോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. നമ്പർ സിസ്റ്റം കൺവേർഷൻ ഇത്രയും നമ്മൾ പോയുള്ളൂ. നാളെ നെഗറ്റീവ് നമ്പർ റെപ്രസെന്റേഷൻ, കോംപ്ലിമെന്റ്സ് ഒക്കെ എടുക്കാം. പിന്നെ അതിന്റെ കാൽക്കുലേഷനോട് നാളെ തീർക്കണം എന്നുണ്ട്. നാളെ ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് ഉത്തരം ചെയ്ത് കാണിക്കാൻ നിൽക്കത്തില്ല. പിന്നെ റെപ്രസെന്റേഷൻ. Okay, so shall we wind up the session? Thank you.